വർഗീസ് വരെ എഴുതിയിട്ടുണ്ട്. അജു വിളിക്കും 26 വർഷം പഴക്കമുള്ള സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയത്തിന്റെ VCD എന്റെ കയ്യിലുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം സെയിം ഗ്രൂപ്പാണോ? അല്ലല്ല, വേറെ എത്ര വർഷം ഇടുന്നത്? ഞാനിപ്പോ 3ാമത്തെ വർഷം. അതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. വിഷ് എന്താ വിഷ് പറയാൻ പാടില്ല. പറഞ്ഞാ വലിക്കില്ല, അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ മോസ്റ്റ്ലി കുട്ടികൾക്ക് വേണ്ടിയാണ് ഇടുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്. 2 കുട്ടികളുണ്ട്. ഈ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് ഒന്ന് പരിചയപ്പെടുത്തു മറ്റേ പ്രിയതി. ഞാൻ ദീപ നായർ. പ്രിയം എന്ന് പറഞ്ഞ സിനിമയില് 26 വർഷം മുമ്പ് ആനി എന്നുള്ള ക്യാരക്ടർ ചെയ്തത് ചാക്കോച്ചന്റെ കൂടെ. ഞാനിപ്പോ മെൽബണിലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത് കഴിഞ്ഞ 23 years ആയിട്ട്. എന്നിട്ടിപ്പോ പൊങ്കാലയ്ക്ക് എല്ലാ വർഷവും വരാൻ നോക്കും. അമ്മയുടെ കൂടെ ആണ് പൊങ്കാല ഇടാൻ വരുന്നത്. ഭയങ്കര വിശ്വാസമാണ് ആറ്റുകാലമ്മയുടെ, ഭയങ്കര വിശ്വാസമാണ്. ഈ നൂല് എപ്പോഴും എവിടെ പോയാലും എന്റെ ഈ നൂല് എപ്പോഴും കാണും. ഇത് ആറ്റുകാലമ്മയുടെ നൂലാണ്. അല്ല, ഈ 26 വർഷങ്ങൾക്ക് ശേഷല്ലേ മലയാളികൾ തിരിച്ചറിയാറുണ്ട് ആരെങ്കിലും ഇങ്ങനെ കാണുമ്പോ? ഇഷ്ടംപോലെ. ഞാൻ ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഫ്ലൈറ്റിലും ഒക്കെ എല്ലാരും ആൾക്കാരെല്ലാം സെൽഫി എടുക്കുക ഒക്കെ ചെയ്യും. ഇപ്പോഴും തിരിച്ചറിയാണ്ടോ ആ ഒരു സിനിമ കൊണ്ട് തന്നെ 26 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും സിനിമയിൽ ഭാഗമായിട്ടില്ല, ഒരു സിനിമയിലും ഭാഗമായിട്ടില്ല. ചെറിയൊരു റൂമർ കേൾക്കുന്നുണ്ടായിരുന്നു, ആ സിനിമ ചേച്ചിക്ക് വേണ്ടി അച്ഛൻ നിർമ്മിച്ച. ഞാൻ ഇപ്പൊ അതിനെ കുറിച്ച് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രൊഡ്യൂസർ ഒരു KK നായർന്ന് പറഞ്ഞ കൊല്ലത്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലും എന്റെ പേരിലും ഒരു നായർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു കഥ പ്രചരിച്ചു തുടങ്ങിയത്. എന്റെ അച്ഛൻ എഞ്ചിനീയർ ആണ്, സിനിമയായിട്ട് ഇതിനുശേഷം ചാക്കോച്ചന്റെ കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പം വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല. കുറെ വർഷമായി. അന്നത്തെ ബോയ്സിന്റെ ക്രഷ് ആയിരുന്നു. അതെ, അങ്ങനത്തെ കൊറേ മെസ്സേജസ് എനിക്ക് കിട്ടാം. ലവ് ലെറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതിലേതേലും ഭാഗമായിരുന്ന? എന്ത്? ഏതേലും ലവ് ലെറ്റേഴ്സിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന്? ഞാൻ ഒരുവിധം മിക്കവർക്കും പണ്ടും അതെ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതെ, ആരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കണോ അവർക്കെല്ലാം ഞാൻ മറുപടി കൊടുക്കാൻ നോക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര സംഭവമാണ് ഇത്. ഒരു സിനിമ കൊണ്ടിട്ട്, ഒരു സിനിമ മാത്രം ഉണ്ടായിട്ട് ഇത്രയും ആൾക്കാർ ഇപ്പോഴും ഓർത്തിരിക്കണോ, ഇപ്പോഴും മെസ്സേജ് അയക്കണോ. എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി അഭിനയിക്കാനായിട്ട് ചാൻസ് ഉണ്ടോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവസരങ്ങൾ വരുന്ന അനുസരിച്ച്. നിങ്ങൾ ഫോട്ടോ ഒക്കെ മൂക്കിന്നൊക്കെ അങ്ങനെ അഭിനയിക്കണില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ചാൻസും നല്ല ജോലിയുണ്ട്. അപ്പൊ ആ ജോലിയുടെ ഇതനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാന്നുള്ളത്. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നിവേദ്യം ടൈം എപ്പോഴാണ്? നിവേദ്യം 2:30-ക്കാണ്. 2:15 പിടിക്കണം. നിവേദ്യം 2:15-നാണ്. പക്ഷെ ഞങ്ങളിപ്പം ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇപ്രാവശ്യം ആക്ച്വലി കുറച്ച് നേരത്തെ എല്ലാം ഇട്ട് കഴിഞ്ഞു. എന്നുവെച്ചാൽ 9:45-ന് കത്തിച്ചു. അതും ഞാനും അമ്മയൊക്കെ മൂന്ന് തരം സാധനങ്ങളാണ് ഇടുന്നത്. എന്ന് വെച്ചാൽ പായസം, ശർക്കര പായസം, പിന്നെ ഒരു വെള്ള, പിന്നെ മണ്ടപ്പുറ്റ്. അപ്പോൾ അത് 3 ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് സമയം വെയിറ്റ് ഉണ്ട് നേദിക്കാനായിട്ട്. പ്രിയം കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് അഭിനയത്തിലേക്ക് വന്നില്ല എന്നുള്ളത് അത് മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല. പ്രിയം കഴിഞ്ഞ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻജിനീയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രിയം കഴിഞ്ഞതിന് ശേഷം, പ്രിയം ഒരു ബ്രേക്കിലാണ് ഞാൻ ചെയ്തത്. ശരിക്കും ഒരു സെമസ്റ്റർ ബ്രേക്കിലാണ് ചെയ്തത്. അപ്പം പ്രിയം കഴിഞ്ഞപ്പോൾ പഠിത്തം കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ 1-2 ചെറിയ ഓഫേഴ്സ് വന്നു. പക്ഷെ അത്ര നല്ല ഓഫേഴ്സ് ഒന്നും അല്ലായിരുന്നു. അപ്പം അങ്ങനെ എന്താണ് സിനിമ റിലീസ് ആയിട്ടുണ്ട്. ഉണ്ട്.
അയ്യോ ഇപ്പൊ പേരെല്ലാം മറന്നുപോയല്ലോ. ചാക്കോച്ചന്റെ പടം തന്നെയായിരുന്നു. ചാക്കോച്ചന്റെ സഹയാത്രികയ്ക്ക് സ്നേഹപൂർവ്വത്തിന് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്രം വന്നിരുന്നു. ചക്രത്തിലേട്ടന്റെ ലാലേട്ടന്റെ ചക്രം വന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടന്റെ ഒരു അല്ല ചക്രം അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയോ കുറച്ച് പൃഥ്വിരാജായി. അപ്പൊ ചക്രത്തില് മീരാ ജാസ്മിന്റെ പകരം ദീപയായിരുന്നു. അത് ഇത് ഈ പക്ഷേ അത് ഈ ഓഫേഴ്സ് ഒന്നും പക്ഷേ ഉണ്ടല്ലോ, അത് നേരെ ഇപ്പം നമ്മുടെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒന്നും നേരിട്ട് വന്ന് ചോദിച്ചതല്ല. ഓരോ ആൾക്കാർ ജസ്റ്റ് ആ ക്രൂയിലുള്ള ആൾക്കാർ ജസ്റ്റ് വിളിച്ചു ചോദിക്കുന്നതാണ്. അപ്പം അതൊക്കെ പ്രൊഡക്ഷനിലുള്ള അപ്പം അത് വെരി ഇൻഫോർമൽ ഓഫേഴ്സ് ആയിരുന്നു ഒന്നാമത്. പിന്നെ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ വേറൊരു എന്താണ് സിനിമയുടെ പേരും മറന്നുപോയല്ലോ, ജയപ്രദ. പക്ഷെ അത് ജയപ്രദയുടെ കുട്ടിക്കാലത്തെ ഒരു റോള് ചെയ്യാനായിട്ട് ആ സിനിമയുടെ പേര് ദേവദൂതനിൽ. അതുപോലെ എന്താണ് അപ്പം ഇങ്ങനെ, പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ റോൾസ് അങ്ങനത്തെ ഓഫേഴ്സ് വന്നിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതിനായിട്ട് പഠിത്തം കളയേണ്ട ആവശ്യമില്ല, പഠിത്തം കഴിയട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ പഠിത്തം കഴിഞ്ഞപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഓഫറൊന്നും വന്നില്ല. സത്യം. ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനത്തെ വലിയ ആഗ്രഹമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ ഭയങ്കര മിടിക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് എനിക്ക് പുറത്തു പോയി പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ മെൽബണിൽ പോയിട്ട് ഞാൻ അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബണിൽ നിന്ന് മാസ്റ്റേഴ്സൊക്കെ ചെയ്ത് ഇപ്പോൾ നല്ല ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ റിഗ്രറ്റ്സ് ഒന്നും ഇല്ല. പക്ഷേ ഇപ്പം ഇന്ന് രാവിലെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞോളൂ, ഒള്ളി റിഗ്രറ്റ് ഈ സിനിമയിലുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് വെക്കണമായിരുന്നു എന്നുള്ളത്. ഈവൻ ചാക്കോച്ചിനെയൊക്കെ പോലെ ചാക്കോച്ചിനൊക്കെ ആയിട്ടുള്ള കോണ്ടാക്റ്റ് അങ്ങ് വിട്ടുപോയി ഞാൻ മെൽബണിൽ പോയി കഴിഞ്ഞപ്പോൾ. അപ്പം അതുവരെ നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൊരു റിഗ്രറ്റ്. ഇത് ചാക്കോച്ചൻ കാണുവാണെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കട്ടെ. ചാക്കോച്ചൻ കാണുകയാണെങ്കിൽ എനിക്കറിയില്ല. 25 വർഷത്തിന് ശേഷം ചാക്കോച്ചനോട് എന്താ പറയാനുള്ളത്? ചാക്കോച്ചനുമായിട്ട് ചാക്കോച്ചനോട് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ചാക്കോച്ചൻ മെൽബണിൽ വന്നിട്ട് പോലും ഞാൻ പോയി കണ്ടില്ല. അത് വേറെ കാര്യം. കഴിഞ്ഞ വർഷം പുള്ളി മെൽബണിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോയി കാണാനും പരിപാടിക്ക് പോകാനും ഒന്നും പറ്റിയില്ല. ലാസ്റ്റ് എന്താ കണ്ടില്ല ചാക്കോച്ചനെ? ഒരു 26 വർഷം മുമ്പ് തന്നെയാണ് ആക്ച്വലി ലാസ്റ്റ് കണ്ടത്. 26 അല്ല, കുറച്ച് 25 ആയിരിക്കും. ചാക്കോച്ചൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിനാണ് ലാസ്റ്റ് കണ്ടത്. അത് എൻ്റെ കല്യാണത്തിന്, അയ്യോ സോറി, എൻ്റെ കല്യാണത്തിനാണ് ലാസ്റ്റ് കണ്ടത്. എൻ്റെ കല്യാണത്തിന് വന്നിരുന്നു. അപ്പം അതിനാണ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഞാൻ മെൽബണിൽ പോണതിന് മുമ്പ് വരെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അവിടെ പോയി നല്ലൊരു ജോലിയുണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്കിൽ കൂടി സിനിമയിൽ കിട്ടുന്ന ഒരു ഫെയിമും അതിൽ കിട്ടുന്ന ഒരു പൈസ ഒക്കെ എത്രയോ വലുതല്ലേ? ഇപ്പൊ നല്ലൊരു അത്യാവശ്യം നല്ലൊരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു രീതിയിലായി കഴിഞ്ഞാൽ, ഒരു മുൻനിര താരമായി കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ മുൻനിര താരമായാലല്ലേ എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ സിനിമയിലത്തെ ഒരു സംഗതി. അതാണ് ഹിറ്റായ ഹിറ്റായി, ഫ്ലോപ്പായ ഫ്ലോപ്പാണ്. ഒരൊറ്റ സിനിമ കൊണ്ട് ഞങ്ങൾ 3 വീഡിയോസ് കൂടെ ഒന്ന് അല്ല, അതാണ് ഞാൻ എപ്പോഴും വിചാരിക്കും, ചിലപ്പോൾ ഞാൻ കൂടുതൽ സിനിമകൾ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ഇത്രയും സ്നേഹം കാണില്ലായിരിക്കും എന്ന് വെച്ചാൽ എല്ലാവരും മിക്കവരും എന്നെ ആനി ചേച്ചി എന്നാണ് വിളിക്കുന്നത്, ദീപ ചേച്ചി എന്നല്ല വിളിക്കുന്നത്. എന്ന് വെച്ചാൽ 90s കിഡ്സിൻ്റെ അവർ പറയണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഫീലാണ് പ്രിയം എന്ന് പറയുന്ന മൂവി. നിങ്ങൾക്കൊക്കെ അതായിരിക്കും, നിങ്ങൾക്ക് കൊച്ചു പിള്ളേരൊക്കെ. അപ്പോൾ അവൻ ജനിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇനി ഞാൻ വേറെ കുറേ സിനിമയും ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പൊട്ടിപ്പോയെന്ന് വെച്ചോ, അപ്പോൾ ഉള്ള പ്രിയത്തിന് ഇപ്പോൾ ഉള്ള ഇതുപോലും ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിപ്പോൾ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും അഭിനയിക്കുന്ന എല്ലാ സിനിമയും വിജയിക്കണമെന്നില്ലല്ലോ. ഒരുപാട് കുറച്ച് പ്രയാസം കിട്ടും, കുറച്ചുകൂടി പാടാണ്. കുറേയൊക്കെ ഇപ്പോൾ ഫ്ലോപ്പായി പോവുകയാണെങ്കിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കുറച്ചുകൂടി പാടാണ്. എന്താണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ റിഗ്രറ്റ്സ് ഇല്ല എനിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലൈഫാണ് മെൽബണിൽ. പിന്നെ നല്ല ഫാമിലി ലൈഫുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് ഹാപ്പിയാണ്. മക്കളെന്താ ചെയ്യുന്നത്? മക്കള് മൂത്ത ആള് കോളേജിലാണ്. ആള് 20 വയസ്സായി. അപ്പോൾ ഇപ്പം 20 വയസ്സായി മൂത്ത ആൾക്ക്. അതെ, 20 വയസ്സായി. പക്ഷേ ഇളയ ഒരു കുഞ്ഞാളും കൂടി ഉണ്ട്. മൂത്ത ആള് സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡെന്റിസ്ട്രി ചെയ്യാനായിട്ട്. ഇളയാള് ചെറുതാണ്, ആള് 3ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അവരൊക്കെ അവരുടെ ഇഷ്ടത്തിനാണോ പഠിക്കുന്നത്? അവർക്ക് ഈ സിനിമയൊക്കെ ഇഷ്ടമുണ്ടോ, താല്പര്യമുണ്ടോ? സിനിമ കാണാൻ താല്പര്യമുണ്ട്, പക്ഷേ സിനിമയിൽ അഭിനയിക്കാനൊന്നും ആരും താല്പര്യം
കാണിക്കുന്നില്ല. ചെറിയ ആള് ഭയങ്കര ഡാൻസാണ്. അത് അവിടുത്തെ വെസ്റ്റേൺ ഡാൻസും ഭരതനാട്യവും ഉണ്ട്, വെസ്റ്റേൺ ഡാൻസും ഉണ്ട്. എന്താണ് രണ്ട് ആൺമക്കളാണോ? 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളാണ്. നിലവിൽ പ്രിയം സിനിമ എത്ര തവണ കണ്ടിട്ടുണ്ടാവും? ഞാനോ ഒരു 10 തവണ അത്രയൊക്കെ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കുഞ്ഞുങ്ങളെ കാണിക്കാനായിട്ട് കൂടെ ഇരുന്ന് കാണും. അവർക്ക് അപ്പം ഈ സീൻ ബൈ സീൻ എപ്പോഴും കാണും. കുട്ടികളുമായിട്ടുള്ള സീൻസാണ് അവർക്ക് കാണുന്നത്. അവർക്ക് ബാക്കി കാണാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ബിറ്റ് ബൈ ബിറ്റായിട്ട് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഓരോ സീൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി പിള്ളേർ കാണിക്കുന്ന കുസൃതികളും അതുമെല്ലാം അങ്ങനത്തെ സീൻസ് ഒരു 100 പ്രാവശ്യമെങ്കിലും കണ്ടു കാണും. പക്ഷെ സിനിമ മുഴുവനായിട്ടിരുന്ന് കാണാൻ എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഒരു 10 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. അതില് കുട്ടിത്താരമായ മഞ്ജിമ മോഹന്റെ അച്ഛനാണ് ആ സിനിമയിലേക്ക് ചേച്ചിയെ സജസ്റ്റ് ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? കറക്റ്റാണ്. എന്നുവെച്ചാൽ വിപിൻ മോഹൻ അങ്കിളാണ് വീട്ടിൽ വന്നിട്ട് അത് എൻ്റെ ഒരു മുഖചിത്രം ഗൃഹലക്ഷ്മിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഒരു കോമ്പറ്റീഷൻ പോലെയായിരുന്നു, ഒരു മിസ് ഫോട്ടോജനിക് എന്നോ അങ്ങനെ എന്തോ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ വൺ ഓഫ് ദ ജഡ്ജസും വിപിൻ മോഹൻ അങ്കിളായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ടാണ് വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു പുതിയ സിനിമ വരുന്നുണ്ട്, താല്പര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആദ്യം അച്ഛനും അമ്മയ്ക്കും അത്ര വലിയ ഇതില്ലെന്ന് വെച്ചാൽ നമുക്ക് സിനിമയായിട്ട് ആ സമയത്ത് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അവർ വിളിച്ചത് കൊണ്ട് മാത്രമാണ് സ്ക്രീൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പോയത്. അന്നത്തെ കാലത്ത് DVD ആയിരുന്നല്ലോ കൂടുതൽ. പ്രിയത്തിന്റെ DVD നിലവിൽ കയ്യിൽ അന്ന് DVD അല്ല, എനിക്കൊന്ന് VCD ആണ്. അന്ന് പ്രിയത്തിന്റെ VCD എൻ്റെ കയ്യിലുണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അന്ന് DVDക്കും ഒക്കെ മുമ്പാണ്. എത്ര വർഷം പഴക്കമുള്ള VCD ആണ് നിലവിൽ കയ്യിലുള്ളത്? 26 വർഷം പഴക്കമുള്ള സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. VCD പ്ലേ ചെയ്യാറില്ല. ഇപ്പം യൂട്യൂബിലാണ് കാണുന്നത്. യൂട്യൂബിൽ പ്രിയമുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് കഴിഞ്ഞ ദിവസം ആരോ എനിക്ക് ഒരു 4K HD വേർഷനും അയച്ചു തന്നു പ്രിയത്തിൻ്റെ. ഇപ്പോൾ അത് ആരോ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷമായി, ഇപ്പം നല്ല ക്ലാരിറ്റിയിൽ കാണാം. ഇപ്പോൾ മക്കള് ഈ സിനിമ കണ്ടിട്ട് നമ്മുടെ ഒരു ഇത് എന്താ എന്ത് പറഞ്ഞു? അവർ കൊച്ചായിരുന്നപ്പോൾ മലയാളം പറയുമോ മക്കൾ? മലയാളം പറയും. കൊച്ചായിരുന്നപ്പോൾ ഭയങ്കര തമാശയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കുശുമ്പ് വരും. എന്ന് വെച്ചാൽ ഞാൻ ഈ മറ്റേ കുട്ടികളുടെ കൂടെ 3 കുട്ടികളുടെ കൂടെ കളിക്കണം. അപ്പോൾ അത് 2 പേരും അതെ. മൂത്തയാൾ ചെറുതായിരുന്നപ്പോഴും അതെ, ഇപ്പം ചെറിയ ആളും കുറച്ച്. ഇപ്പം പക്ഷേ അവർക്കറിയാം ഇത് ആക്ടിങ് ആണ്. മറ്റത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടമല്ല. അവരങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ അമ്മ അമ്മ വൈ ആർ യു പ്ലേയിങ് വിത്ത് ദോസ് കിഡ്സ് എന്നൊക്കെ പറഞ്ഞു വെച്ച്. പക്ഷെ അങ്ങനെ ഭയങ്കര കുശുമ്പായിരുന്നു 2 പേർക്കും അതെ. പക്ഷെ ഇപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ആൾക്ക് എസ്പെഷ്യലി കണ്ട് ചിരിയാണ്, ഭയങ്കര പൊട്ടിച്ചിരിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ട് അമ്മ ഇനി അഭിനയിച്ചില്ല എന്നൊരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനത്തെ ചോദ്യമൊന്നും അവർ ചോദിച്ചിട്ടില്ല. എങ്ങനെയാണ് അമ്മ ഇതിലെ സിനിമ അഭിനയിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിക്കോസ് ഞങ്ങളുടെ അവിടെ ലൈഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും അല്ലല്ലോ. അപ്പോൾ പക്ഷേ ആൾക്കാർ എന്നെ തിരിച്ചറിയുമ്പോഴും ഈവൻ മെൽബണിലും ഒക്കെ ആൾക്കാർ ഇതുപോലെ മലയാളികൾ തിരിച്ചറിയും. അപ്പോൾ തിരിച്ചറിയുമ്പോഴൊക്കെ അവർക്ക് ഇതാണ്, ഓ എൻ്റെ അമ്മ ഒരു സെലിബ്രിറ്റി ആണോ എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ചിന്തയാണ്. നേരെ തിരിച്ചാണ്. എത്ര കത്ത് കിട്ടിയിട്ടുണ്ടാവും പ്രിയം സിനിമ കഴിഞ്ഞതിന് ശേഷം? അമ്മേ ആ സമയത്ത് അജു വർഗീസ് വരെ എഴുതിയിട്ടുണ്ട്. അജു വിളിക്കുമായിരുന്നു. ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചിരിക്കണം. അപ്പൊ ആ സമയത്ത് അജു ചെറുതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ മുംബൈയിൽ വെച്ച് കഴിഞ്ഞ വർഷം പുള്ളിയെ മുംബൈയിൽ വെച്ച് ഭയങ്കര ആകസ്മികമായിട്ട് കണ്ടു കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരേ ഹോട്ടലിൽ താമസിച്ചിരുന്നപ്പോൾ ലിഫ്റ്റിൽ വെച്ച് ഞാനും മോളും ഉണ്ടായിരുന്നു, അജു ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അജു ചോദിക്കുകയാണ്, ഇങ്ങനെ നോക്കിയിട്ട് ദീപ ചേച്ചിയല്ല, ഞാൻ ശ്രദ്ധിക്കണില്ല ഇത് ആരാണെന്ന്. അപ്പം ഞാൻ ചോദിക്കാൻ തോന്നി, ഞാൻ അജുവോ, എൻ്റെ ദൈവമേ പുള്ളി എന്നെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഇപ്പം ഇത്രയും വലിയ സ്റ്റാറായിട്ട് നിൽക്കുന്ന പാർട്ടി എന്നെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല ഇതിനു മുമ്പ്. പിന്നെ പുള്ളി എന്ത് പറഞ്ഞു, എന്നിട്ട് മോളുടെ അടുത്ത് പറഞ്ഞു ഞാൻ അമ്മയുടെ ഭയങ്കര ഫാനായിരുന്നു എന്നൊക്കെ മോളുടെ അടുത്ത് പറയും. എന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാമൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് പ്രിയം ഇറങ്ങിയ സമയത്ത് ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര ഫാൻ മെയിലിൻ്റെ കളിയായിരുന്നു. അമ്മ കത്തൊക്കെ വായിക്കാറുണ്ടോ?
കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടാളെ ഒരുമിച്ചിരുന്നാണോ വായിക്കാറ്? ഒരിക്കലുമല്ല. അമ്മയും മോളും കൂടെ ഇന്ന് ഫാൻമേൽ വായിക്കില്ല. എന്താണ് അല്ല, അയക്കുന്ന കത്തിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്? നമ്മൾ എന്നിട്ട് റിപ്ലൈ എന്നിട്ട് കുറെ ഫോട്ടോസിന്റെ കുറെ കോപ്പി എടുത്തൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും ഫോട്ടോ ചോദിക്കുമായിരുന്നു. ആ കാലത്തൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ എൻ്റെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരു 50,000 ഫോട്ടോ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടും. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഒന്നും കിട്ടാനൊരു വഴിയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറേ ഫോട്ടോയുടെ കോപ്പി എടുത്ത് വെച്ചിട്ട് റിപ്ലൈ അയക്കുമ്പോൾ ആൾക്കാർക്ക് മറുപടി അയക്കുമ്പോൾ ഒരു ഫോട്ടോയും കൂടി അതിനകത്ത് വെച്ചിട്ടാണ് അയച്ചിരുന്നത്. അതൊക്കെ അന്തക്കാലം പണ്ടത്തെ. കല്യാണം കഴിഞ്ഞെന്ന് പറയില്ലേ, പ്രണയവിവാഹമായിരുന്നോ? പ്രപ്പോസൽ വന്ന് ഇത്രയും പ്രപ്പോസൽ വന്ന് ഇത്രയും ആളുകൾ പ്രപ്പോസ് ചെയ്തിട്ട് ഒരു അറേഞ്ച്ഡ് മാരേജിലേക്ക് ഇത് പക്ഷേ ഈ പ്രപ്പോസൽ വന്നിട്ട് പക്ഷെ ഞങ്ങളൊരു കുറേ കാലം സംസാരിച്ച് എന്നുവെച്ചാൽ പുള്ളി ആ സമയത്ത് അമേരിക്കയിലായിരുന്നു. അപ്പം കുറേ കാലം സംസാരിച്ച് പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്താണ് ഞാൻ യെസ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ളതല്ലാതെ പക്ഷെ അത് ഫാമിലി വഴി വന്ന പ്രപ്പോസൽ. അന്ന് ഈ പ്രണയവിവാഹത്തിനൊന്നും സമ്മതിക്കാത്തൊരു കാലമായതുകൊണ്ടാണോ അറേഞ്ച്ഡ് വിവാഹം ചെയ്തത്, അതോ അങ്ങനെ ആരോടും പ്രണയം തോന്നിയിട്ടൊന്നുമില്ല ആ കാലത്തൊന്നും? കല്യാണം കഴിക്കത്തക്ക വിധം ആരെടുത്തും അങ്ങനത്തെ തരം ഇഷ്ടമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അന്നത്തെ കാലത്തില് ബോറിംഗ് ആയിരുന്നു. അന്നത്തെ കാലത്ത് ചാക്കോച്ചൻ എല്ലാവരുടെയും ക്രഷ് ആയിരുന്നു. അപ്പൊ ചാക്കോച്ചനായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് ചാക്കോച്ചനെ ആക്ച്വലി പരിചയപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ചാക്കോച്ചനോടുള്ള ഇഷ്ടം കൂടിയത്. എന്താന്ന് വെച്ചാൽ ആദ്യം ഉണ്ട് ചാക്കോച്ചൻ ആ സമയത്ത് എന്താണ് നമ്മുടെ ചോക്ലേറ്റ് നായകൻ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്, അങ്ങനെ നിൽക്കുന്ന സമയമാണ്. പക്ഷെ അതിൽ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രിയം ചെയ്യുന്ന സമയത്തൊക്കെ ചാക്കോച്ചൻ ഭയങ്കര ഒരു പ്രോപ്പർ ജെന്റിൽമാൻ ആയിരുന്നു. അത് നമ്മുടെ അടുത്ത് പെരുമാറുന്നതിനേക്കാളും കൂടുതൽ ചാക്കോച്ചൻ എങ്ങനെയാണ് അമ്മയുടെ അടുത്ത് പെരുമാറുന്നത് അങ്ങനത്തെ ഒരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നൈസ്, ക്യാരക്ടർ വൈസ് വെരി വെരി നൈസ് പേഴ്സൺ ആണ്. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി ചാക്കോച്ചനോട് ഒരു സ്നേഹം തോന്നി തുടങ്ങിയത്. അതീ പറഞ്ഞ പോലെ പ്രേമമൊന്നും അല്ല, പക്ഷേ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ആക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പുതിയതായിട്ട് വന്നതാണ്. അപ്പം കംഫർട്ടബിൾ ആക്കാൻ പുള്ളി എന്തൊക്കെയാണ് പറയണത് ചെയ്യണത്, അപ്പം അതൊക്കെ വെച്ചിട്ട് എൻ്റെ ചാക്കോച്ചനോടുള്ള ഇഷ്ടം എനിക്ക് വളരെയധികം കൂടി. സിനിമയ്ക്ക് മുമ്പ് നമുക്ക് ഈ ആരാധന കാണുമല്ലോ, അതങ്ങനെ വലിയ ആരാധനയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുമൊക്കെ എനിക്ക് ചാക്കോച്ചനോടുള്ള ആരാധന അപ്പോഴാണ് കൂടിയത്. എന്നുവെച്ചാൽ ഹീ ഈസ് എ വെരി നൈസ് പേഴ്സൺ. കുറെ കത്തുകൾ വന്നതെന്ന് അറിയാലോ. പെട്ടെന്ന് ഞാൻ കുറെ കത്തുകളിൽ ഒരു കത്ത് എന്തായാലും ചിലപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ തോന്നുന്ന എന്തെങ്കിലും കത്തുകൾ ഓർമ്മ ഉണ്ടാകും. അങ്ങനെ ചിലർ കേട്ടിട്ടുണ്ട് ബ്ലഡ് കൊണ്ട് ഇതും കേട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് പേരുണ്ട് കേട്ടോ, കുറച്ച് പേര് ചിലര് 4-3 പേജൊക്കെ ഇങ്ങനെ പോലെ ഇഷ്ടംപോലെ അങ്ങനത്തെ കഥ എഴുതി എന്ന് വെച്ചാൽ എസ്സേ പോലെ എഴുതിയ കത്തുകളും കിട്ടിയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2 സിസ്റ്റേഴ്സ്, അവര് ഇത് പ്രണയലേഖനമല്ല കേട്ടോ, എന്ന് വെച്ചാൽ 2 സിസ്റ്റേഴ്സ് പെൺകുട്ടികൾ എന്നെക്കാളും ചെറിയ കുട്ടികൾ. അപ്പോൾ അവർ എനിക്ക് സ്ഥിരമായിട്ട് കത്ത് എഴുതുമായിരുന്നു. എന്നിട്ട് പിന്നെ അവർ എന്നെ ഫേസ്ബുക്കിൽ കണ്ടുപിടിച്ചു. ഞാൻ പബ്ലിക് പേജൊക്കെ തുടങ്ങുന്നതിന് കുറേ വർഷം മുമ്പ്, അറ്റ്ലീസ്റ്റ് ഒരു 10-15 വർഷം മുമ്പ് അവരെന്നെ കണ്ടുപിടിച്ച് എനിക്ക് മെസ്സേജ് റിക്വസ്റ്റ് ഇട്ട് അങ്ങനെ ചെയ്ത് എനിക്ക് അതാണ് ശരിക്കും ഇപ്പോൾ ഓർമ്മയുള്ളത്. എന്താണ് അപ്പോൾ അവർക്ക് അത്ര ഇതാണ്, അവർക്ക് എവറിത്തിങ് ഭയങ്കര ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് പോലും എൻ്റെ വീടിൻ്റെ പേര് പോലും അവർക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആരാധനയുള്ള ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴും അവരുമായിട്ട് ഞാൻ കോണ്ടാക്റ്റിലുണ്ട്. പ്രിയത്തിൽ കുറെ ലെജൻസ് ഉണ്ടായിരുന്നു, ജഗദീഷ് ചേട്ടൻ, തിലകൻ സാറ്, കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എന്തെങ്കിലും സീൻസ് മൊമെന്റ്സ് എന്തെങ്കിലും നല്ലൊരു ഓർമ്മ ഉള്ള സീൻ എന്തെങ്കിലും ഉണ്ടോ പർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ? അത് ജഗദീഷ് സാറിന്റെ കൂടെ അഭിനയിക്കുന്ന ഇതില് എന്നുവെച്ചാൽ പുള്ളി ഭയങ്കര സ്പോണ്ടേനിയസ് ആക്ടറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എപ്പോഴും പറയായിരുന്നു, എനിക്ക് റിയാക്ഷൻ വരണമെങ്കിൽ യു ഹാവ് ടു ആക്ട് എന്ന്. അതായത് ഞാൻ ഇങ്ങനെ പമ്മിയാണ് ആക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഭയങ്കര സോഫ്റ്റാണ് എന്ന് വെച്ചാൽ റിയൽ ലൈഫിലും അതെ. അപ്പോൾ അഭിനയിക്കുമ്പോൾ ഞാൻ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ
ഒരു സീനുണ്ട്, എന്താണ് ഞാനിങ്ങനെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കണ ഒരു സീനുണ്ട്. എന്താ പേരെന്ന് ചോദിക്കുമ്പോൾ ആനി എന്ന് പറയുമ്പോൾ ആനയോ എന്ന് പറയുമ്പോൾ ഞാൻ തിരിഞ്ഞിങ്ങനെ നോക്കണേ. അപ്പോൾ അത് ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ദേഷ്യമുണ്ട്, പക്ഷേ അപ്പോൾ പുള്ളി എനിക്ക് പറഞ്ഞു തന്നൊരു സംഭവമാണിത്. എനിക്ക് റിയാക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ആക്ട്. ആ ആക്ട് ചെയ്തതിനെ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ ആക്ട് ചെയ്താലേ പുള്ളിക്കെങ്കിലും അതിനനുസരിച്ച് ഒന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ജഗതി സാറ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ട് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ എന്ത് റിയാക്ഷനാണോ വേണ്ടത് അതനുസരിച്ച് ആക്ട് ചെയ്യാൻ കൂടി വേണം. പ്രിയ എന്ന് പറഞ്ഞാൽ ആദ്യ സിനിമയാണ്. ചിലപ്പോൾ ഫസ്റ്റ് സിനിമ വരെ നമുക്ക് അത്ര കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ സ്ക്രീനിൻ്റെ മുന്നിൽ നിൽക്കാന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ സീനിൽ ടേക്ക് കൂടുതലായിട്ട് അങ്ങനെ ഇമോഷണലി എനിക്ക് പറ്റുമോ എന്നുള്ള അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ സീനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല, ഭാഗ്യം കൊണ്ട് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ മൾട്ടിപ്പിൾ റീടേക്സ് ഒന്നും ഉള്ള ഒരു സീൻസും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ സോങ് സീക്വൻസിൻ്റെ സമയത്തായിരുന്നു. അത് അവസാനമാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കോൺഫിഡൻസിൻ്റെ പ്രശ്നമല്ലായിരുന്നു. പക്ഷേ കലാമാസ്റ്ററൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പുള്ളിക്കാരിയെ. എന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പല കലാമാസ്റ്ററാണോ, കലാമാസ്റ്റർ ഭയങ്കര സ്ട്രിക്റ്റാണ്, എന്താണ് അപ്പോൾ ഡാൻസൊക്കെ കറക്റ്റായിട്ട് മൂവ്സൊക്കെ കറക്റ്റായിട്ട് വേണമെന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ ഒറ്റ ടേക്കിൽ കയ്യടിയിട്ട സീൻ എന്തെങ്കിലും ഉണ്ടോ? അത് ആക്ച്വലി ആദ്യത്തെ എൻ്റെ സ്ക്രീൻ ടെസ്റ്റ് തന്നെയായിരുന്നു. സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ടേക്കാണ് അതിന് എടുക്കുന്നത്. സ്ക്രീൻ ടെസ്റ്റായിട്ട് ചെയ്തത് ഈ ചാക്കോച്ചൻ എന്താണ് പിള്ളേരെ വിളിച്ചുകൊണ്ട് തിരിയുമ്പോഴേക്കും ഞാൻ പതുക്കെ സ്നീക്ക് ഔട്ട് ചെയ്ത് പോകണം. എന്ന് വെച്ചാൽ പുള്ളി കാണാതെ ഒളിച്ചും പതുങ്ങിയും പോണ സീനാണ്. ബെഡിൽ നിന്ന് എണീറ്റ് പോണ സീനായിരുന്നു ഫസ്റ്റ് എടുത്തത്. അപ്പോൾ അത് ഒരു ടേക്കിലാണ് എടുത്തത്. അത് ആദ്യത്തെ വെരി ഫസ്റ്റ് സീനായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു. കുട്ടികളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനത്തെ ആഗ്രഹം അവർക്ക് എന്താണോ ആഗ്രഹം അതുപോലെ ഉള്ളൂ. മൂത്ത ആൾക്ക് വലിയ താല്പര്യമൊന്നും കാണുന്നില്ല. എന്താണ് ആൾക്ക് ശരിക്കും കുറച്ച് മോഡലിങ്ങിനൊക്കെ ചെയ്യാനുള്ള എന്താണ് ആ ഒരു സ്ട്രക്ചറൊക്കെ ഉള്ളതാണ്. പക്ഷെ നല്ല ഹൈറ്റും ഒക്കെ ഉണ്ട്. 5'10" ആണ് ആൾ, നല്ല പൊക്കമുണ്ട്. പക്ഷെ എങ്കിലും അതുപോലും ചെയ്യാൻ വലിയ താല്പര്യമില്ല. അക്കാഡമിക് ലൈനിലോട്ട് തന്നെയാണ് പോകുന്നത്. ഫസ്റ്റ് സിനിമ കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് പറഞ്ഞിരുന്നോ ഇനി സിനിമയിൽ അഭിനയിക്കണ്ട, അതോ ഇനി അഭിനയിക്കണം എന്ന് പ്രോത്സാഹിപ്പിച്ചോ? എന്താണ് ഇതിൽ? രണ്ടും ഉണ്ടായിട്ടില്ല. പുള്ളി അപ്പോഴും ഇപ്പോഴും അതെ. ഇങ്ങനത്തെ ഡിസിഷൻസൊക്കെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യണത്. അല്ലാതെ ഒന്നും അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് ഒരു കാര്യത്തിനെ കുറിച്ചും പറയാറില്ല. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് അങ്ങോട്ട് ചോദിക്കും, ഡിസ്കസ് ചെയ്യും. പക്ഷെ അല്ലാതെ അവിടുന്ന് ഒന്നുമില്ല. ചാക്കോച്ചൻ്റെ പാട്രിയറ്റ് സിനിമ വരുന്നുണ്ട്. അത് ഇവിടെ നാട്ടിൽ കാണുമോ അതോ മെൽബണിൽ കാണുമോ? മിക്കവാറും മെൽബണിലായിരിക്കും. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 ദിവസം കൂടി ഉള്ളൂ ഇവിടെ. എന്നിട്ട് തിരിച്ച് ഉടനെ പോവുകയാണ്. അപ്പോൾ മിക്കവാറും മെൽബണിൽ വെച്ചായിരിക്കും കാണുന്നത്. അമ്മ പ്രിയ സിനിമ എത്ര തവണ? അയ്യോ എണ്ണമില്ല, അത്രയ്ക്ക് കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടു. എന്ന് വെച്ചാൽ സൂര്യ ടി വിയിലും എപ്പോഴും വരുമ്പോൾ ഞാൻ കാണും. അപ്പോഴൊക്കെ ഇരുന്ന് കാണും. അപ്പോഴൊക്കെ ഞാൻ കണ്ടു.